മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിരൺ പറയും മൂപ്പൻ മരിച്ചു. നന്മ കൂടിയതുകൊണ്ട് ഒരുത്തൻ്റെ ചതി മനസ്സിലാക്കിയില്ല. വേലു മനസ്സിലാക്കി. അവൻ്റെ വാക്ക് കേൾക്കാൻ ആരും തയ്യാറായില്ല. വേലു അപ്പോൾ അങ്ങോട്ട് വരുവാണ്. സാറേ മാമൻ എങ്ങനെയുണ്ട്? കിരൺ വേലുവിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തിയാണ് കേട്ടോ. എന്നിട്ട് സംസാരിക്കുവാണ്. വേലു പെട്ടെന്ന് പൊട്ടിക്കരയും. എല്ലാവരും കല്യാണിയും ബൈജു രതീഷും കിരണും വേലുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. കിരൺ പറയാം, രതീഷും ബൈജുവും കൂടെ മൂപ്പൻ്റെ ബോഡി ഊരിലെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ ലക്ഷ്മിയമ്മ വിളിച്ച് എല്ലാം പറയണം. അവർ ഇനി ഓരോ നിമിഷവും സൂക്ഷിച്ചു പോകാനേ പറ്റൂ. അവൻ സ്വയം തീർന്നാലും കാർത്തികയും ലക്ഷ്മിയമ്മയും ഇല്ലാതാക്കും. അതിന് വേണ്ടിയിട്ട് അവൻ എന്തും ചെയ്യും, എന്ത് വൃത്തികേട് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ കിരൺ പറയുവാണ്. വേലു കരയുവാണ് കേട്ടോ. ലക്ഷ്മി അമ്മയ്ക്ക് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്ന കേട്ടിട്ട് ലക്ഷ്മി അമ്മ വന്ന് ഫോൺ എടുക്കുക കേട്ടോ. കിരണേ മോനെ എന്തായി, എങ്ങനെയുണ്ട് അച്ഛന്? കിരൺ പറയാം, അച്ഛൻ കുറച്ച് കൂടുതലാണ്, അത് പറയാനല്ല ഞാൻ വിളിച്ചത്. ലക്ഷ്മിയമ്മയും കാർത്തികയുടെയും കടക്കൂട്ടൽ ശരിയായിരുന്നു. അവൻ ഇനിയും മരിച്ചിട്ടില്ല, ആ ഗംഗപ്രസാദ്. ലക്ഷ്മി അമ്മ പെട്ടെന്ന് ഞെട്ടുവാണേ. അവൻ എവിടെയാ കിരൺ? കിരൺ പറയാം, അങ്ങനെ അവനെ ഞാൻ തല്ലിച്ചതച്ചില്ലേ ആ കാട്ടിൽ. അവിടെ സാധുക്കളായ മനുഷ്യരെ സ്വാധീനിച്ച് അവരുടെ കൂടെ കൂടുമായിരുന്നു. അവൻ ഒരു വൈൽഡ് ഫോട്ടോഗ്രാഫറാണെന്നും കാടിനെയും കാട്ടുമക്കളെയും ചൂഷണം ചെയ്യുന്നവരെ പഠിക്കാൻ വന്നതാണെന്നും അവൻ ഊരിലുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയായിരുന്നു. അവിടെ സംസാരശേഷി ഇല്ലാത്തവനായിട്ടാണ് അവൻ അഭിനയിച്ചിരുന്നത്. അവനെ പറ്റിയുള്ളത് എഴുതി കാണിക്കുകയാണ് ചെയ്തത്. അവൻ്റെ സഹതാപം പിടിച്ചുപറ്റി പഴയ ശരീരത്തിലേക്ക് അവൻ തിരിച്ചെത്തുകയാണ് ചെയ്തത്. ഞാൻ തല്ലി ചതഞ്ഞ ശരീരം അവൻ നേരെയാക്കി. ലക്ഷ്മിയമ്മ, അവൻ എവിടെയുണ്ട്? കിരൺ പറയാ, അവൻ ഊരിൽ നിന്ന് പോരുന്നതിനു മുന്നേ അവന് സംരക്ഷണം ഒരുക്കിയ അവൻ ഞങ്ങളിൽ നിന്ന് ഫോറസ്റ്റുകാരിൽ നിന്നൊക്കെ മറച്ചു പിടിച്ച മൂപ്പനെ കൊന്നിട്ടാണ് അവൻ ആ സ്ഥലത്ത് നിന്ന് പോന്നത്. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ കാട്ടുമൂപ്പൻ അവനെ ചോദ്യം ചെയ്തു. അവൻ അയാളെയും അവസാനിപ്പിച്ചു. ഒരു കാര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു, അവനെപ്പോലെ ഒരാൾ മരിച്ചിട്ടേ അവനെപ്പോലെ ഒരാൾ ഈ ലോകത്തുണ്ടാവില്ല. അത്രയ്ക്ക് എത്ര വെട്ടിയിട്ടാലും അവൻ വീണ്ടും തിരിച്ചു കയറും. വെട്ടിക്കണ്ടിച്ചാലും മരിക്കാത്ത ഒരാളാണ് അവനെന്നൊക്കെ കിരൺ പറയുകയാണ് കേട്ടോ. ലക്ഷ്മിയമ്മ പറയാം, അപ്പോൾ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നത് അവൻ തന്നെയാണെന്ന് ഉറപ്പിക്കാമല്ലേ? കിരൺ പറയാം, മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. അതുപോലെ ഞാനും കല്യാണിയും തേൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തേൻ തന്ന മൂപ്പൻ അനന്തരവൻ വേലുവും ഞങ്ങൾ ഭീകരരാണെന്ന് കരുതി വേലുവിനെ ഞങ്ങളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ വേലുവും മൂപ്പത്തിയും അമലും ഒക്കെ മറച്ചു പിടിച്ചു എന്ന് പറയണേ. ഈ പറയുന്ന വേലു സ്നേഹിക്കുന്ന പെൺകുട്ടിയായിരുന്നു അവിടെ മൂപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആ കുട്ടിയും. മൂപ്പൻ്റെ മോളും വേലുവും കല്യാണം പറഞ്ഞിരിക്കുമായിരുന്നു. ആ പെണ്ണുമായിട്ട് ഗംഗപ്രസാദ് നന്നായിട്ട് അടുത്തിരുന്നു എന്നാണ് വേലു പറഞ്ഞത്. ലക്ഷ്മിയമ്മ പറയാൻ, അടുത്ത് കാണും. അവൻ ആരാണെന്ന് അറിയാത്തവർ അവൻ്റെ സംസാരവും പെരുമാറ്റവും കൊണ്ട് അടുപ്പിക്കും. തേനിൽ വിലക്ഷം കലർത്തിയത് അവനായിരിക്കുമോ മോനെ എന്ന് ചോദിക്കുക. അപ്പം കിരൺ പറയാം, അതെ അവൻ തന്നെയാണത് ചെയ്തത്. മൂപ്പൻ്റെ ഊരിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവനെ കണ്ടില്ല, പക്ഷെ അവൻ ഞങ്ങളെ കണ്ടു കാണും. ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയോ മറ്റോ ചെയ്ത സമയങ്ങളിൽ മൃഗങ്ങളെ കൊല്ലുന്ന വിഷം തേനിൽ കലർത്തിയതായിരിക്കാം എന്ന് കിരൺ പറയുവാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയും, നമ്മളെല്ലാവരും കഴിച്ചിരുന്നുവെങ്കിൽ ഒരു കൂട്ടമരണം ഉണ്ടാകുമായിരുന്നു അല്ലേ മോനെ? കിരൺ പറയാം, ആലോചിക്കാതെ സാധിക്കുന്നില്ല, പേടി തോന്നുവാണ്. ആ തേൻ ഒന്ന് ടേസ്റ്റ് ചെയ്തതല്ല, അപ്പോഴേ അച്ഛൻ വീണുപോയി. എന്തായാലും കാർത്തികയും ലക്ഷ്മിയമ്മയും സാഹസമൊന്നും കാണിക്കരുത്, പുറത്തിറങ്ങരുത്. അവൻ നിങ്ങളെ ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത്. അതുപോലെ ദിലീപിനോടും വിവരം അറിയിക്കണം. അയാളുടെ ജീവനും ഭീഷണിയുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് കിരൺ അങ്ങ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് കാർത്തിക ലക്ഷ്മിയമ്മയുടെ അടുത്തേക്ക് വരുവാണ്. കാർത്തിക ചോദിക്കുക, എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയാം, കിരൺ സമ്മതിച്ചു, അവൻ മരിച്ചിട്ടില്ല എന്ന്. ഗംഗ കാർത്തിക പെട്ടെന്ന് ഞെട്ടുവാണ് കേട്ടോ. ലക്ഷ്മിയമ്മ പറയും, കിരൺ തല്ലിക്കൊന്ന് കൊക്കയിലെറിഞ്ഞ് ആ കാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ. തേനിൽ വിഷക്കർത്തിയത് അവനാണെന്നാണ് കിരൺ പറയുന്നത്. കാർത്തിക പറയും, അമ്മയെ നമ്മളെ സ്നേഹിക്കുന്ന ആരെയും അവൻ കൊല്ലാൻ പാടില്ല ലക്ഷ്മിയമ്മ. പക്ഷേ അവൻ വന്ന് മുന്നിൽ നിൽക്കില്ലല്ലോ. അവനെ കിട്ടിയിരുന്നുവെങ്കിൽ വല്ലതും ചെയ്യാമായിരുന്നു. പക്ഷേ അതിന് അവൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കില്ലല്ലോ. പിന്നെ കാണിക്കുന്ന മൂപ്പനെ കിടത്തിയിരിക്കുന്ന കേട്ടോ, മൂപ്പൻ്റെ കാട്ടിലെ വീട്ടിൽ. അപ്പോൾ വള്ളി, മൂപ്പ ഒന്ന് കണ്ണു തുറക്കും. മൂപ്പ, അയ്യോ എന്തിനാ എന്നെ വിട്ടുപോയേന്നൊക്കെ പറഞ്ഞിട്ട് കരയുവാണ് കേട്ടോ. അടുത്ത മുറിയിൽ അമലും ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങോട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേലു അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇടക്കാമലും അപ്പാന്നൊക്കെ വിളിച്ചിട്ട് കരയുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്കും ഭയങ്കര സങ്കടമുണ്ട്. വേലു എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. കൂടെ രതീഷും ബൈജും ഉണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അങ്ങോട്ട് വരുവാണ്.
എടാ വേലു, ഇവിടെ പരിചയമില്ലാത്തവർ വന്നാൽ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞാലേ, എന്നിട്ട് എന്താ പറയാതിരുന്നതെന്ന് ചോദിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അപ്പോൾ വേലു പറയാം, അവന് സംസാരശേഷി ഇല്ലെന്ന് കരുതിയിട്ടാണ് സാറേ മാമനും മാമിയും അമലുവും സഹതാപം കാണിച്ചത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്, നിന്റെ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാതിരുന്നത് ആരുടെയോ ഭാഗ്യം. രതീഷ് പറയുന്നത്, അമലുമായി നല്ല അടുപ്പമായിരുന്നു എന്നാണ് വേലു പറഞ്ഞതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുകയാണ്. ഇങ്ങനെയുള്ളവനെയൊക്കെ അവൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അഭിനയിക്കും. അവന്മാരുടെ ഉള്ളിലെ വിഷമൊന്നും പെട്ടെന്ന് നിങ്ങളെപ്പോലുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. വേലു പറയാം, നാട്ടിൽ നിന്ന് പണവും സ്വാധീനമുള്ള വരും അവർ ഫോറസ്റ്റുകാർക്ക് ഒത്താശ കൊടുക്കുമെന്നൊക്കെയാണ് സാറേ അവൻ ഞങ്ങളെ എഴുതി കാണിച്ചത്. അതുകൊണ്ട് ഫോറസ്റ്റുകാർ അറിഞ്ഞാൽ അവൻ്റെ ജീവൻ ഭീഷണിയാണെന്ന് പറഞ്ഞു. മാമനും മാമിയും എന്നെ വിലക്കി. ഒരു കാരണവശാലും അവൻ ഇവിടെയുണ്ടെന്നുള്ള കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഊരുവിലക്ക് കൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പെണ്ണും അവനും തമ്മിൽ അരുതാത്ത ബന്ധം വരെ ഞാൻ പലതവണ കണ്ടതാണ്. കാടിനകത്ത് വെച്ച് കാണാൻ പാടില്ലാത്ത പല സാഹചര്യത്തിലും കണ്ടിരുന്നു. അപ്പോഴും എനിക്ക് ഈ കാട്ടിൽ നിന്ന് പോകേണ്ടി വരും എന്നുള്ള ഭയം കൊണ്ടാണ് സാറേ ഞാനൊന്നും പറയാതിരുന്നതെന്നൊക്കെ വേലു പറയുവാണേ. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയണം, അതുകൊണ്ട് എന്തായടാ നിൻ്റെ മാമൻ്റെ ജീവനും കൊണ്ടല്ലേ പോയേന്ന് പറയുക. വേലു പറയാം, അവനെ ഞാൻ വെച്ചേക്കത്തില്ല സാറേ, അവൻ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ കാടിറങ്ങും സാറേ, അവനെ വെട്ടിക്കീറാതെ എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഫോറസ്റ്റുകാർ ചോദിക്കണം, എപ്പോഴാണ് കർമ്മം തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. വേലു പറയുക, സമയം തീരുമാനിച്ചിട്ടില്ല, കാരണവന്മാർ വന്നിട്ടുണ്ടല്ലോ അവർ പറയും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത്, ശരിയെന്നാൽ ആ സമയത്ത് ഞങ്ങൾ വരാം. വേലു, രതീഷ് സാറേ, കിരൺ സാറിൻ്റെ ഭാര്യയുടെയും നന്മ തിരിച്ചറിയാൻ പറ്റിയില്ല, മാമനും മാമിക്കും അമലുവിനൊന്നും. എനിക്ക് അവരോട് പലതവണ സത്യം പറയണമെന്ന് തോന്നിയതാ, പക്ഷെ പറഞ്ഞില്ല. അതിനാ സാറന്മാരെ പറയുന്നത് പോലെ എൻ്റെ മാമൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് കരയുവാണ് വേലു. ബൈജു ചോദിക്കുക, എടാ നിൻ്റെ പെണ്ണെവിടെ? വേലു പറയാം, അവൾക്ക് മാമൻ കിടക്കുന്ന കാണാനുള്ള ശക്തി ഉണ്ടാവില്ല, ഞാനൊന്ന് നോക്കട്ടെ. ബൈജു ശരിയെന്ന് പറയുക. എന്നിട്ട് ബൈജു പറയാം, രതിയളിയാ, അവൻ ഈ കാട്ടിൽ തന്നെ ഉണ്ടാകുമോ? രതീഷ് പറയണോ, ഒന്നും പറയാൻ പറ്റില്ല, ഈ കാട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ വീടുകളുണ്ടല്ലോ, അതുപോലെ അവൻ പോയി തമ്പടിക്കില്ലേ? അപ്പോൾ ബൈജു പറയാം, അതിനുള്ള സാധ്യത കുറവാണ്, അവനെ തമ്പടിച്ചാൽ കാട്ടുള്ളവർ തന്നെ അവനെ പീസാക്കും. ഇപ്പോൾ തന്നെ കാട്ടുതീ പോലെ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. വീണത് കാട്ടുമൂപ്പനാണ്. രതീഷ് പറയേ, എന്ത് നല്ല ആൾക്കാരാ, അവരുടെ ഇടയിൽ കയറിയിട്ട് പാമ്പ് വാലിൽ നിന്ന് ജീവൻ വെക്കുന്നത് പോലെ ജീവൻ വെച്ചിട്ട് അവസാനം തിരിഞ്ഞു കൊത്തിക്കളഞ്ഞല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അമലു കരയാണ് കേട്ടോ. വേലു അടുത്ത് ചെന്നിട്ട് വേലു അമലു എന്ന് പറയാം. അപ്പോൾ അമലു തൊഴുതിട്ട് കരയോ. വേലു പറയും, നിനക്ക് കൂടുതൽ ചതി പറ്റുന്നതിന് മുമ്പ് അവൻ പോയല്ലോ, കരയാതിരിക്കും അമലു എന്ന് പറയണം. അപ്പോൾ അമലു പറയും, എൻ്റെ അപ്പൻ്റെ ജീവൻ എടുത്തല്ലേ അവൻ പോയത്. വേലു പറയാം, കരഞ്ഞിട്ട് എന്താ പ്രയോജനം അമലു, നീയാണ് മാമിയെയും സമാധാനിപ്പിക്കേണ്ടത്. മാമി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കണം, നീ വിഷമിക്കേണ്ട, നമ്മളെ ചിരിച്ചോണ്ട് കഴുത്തറുത്തവനെ എവിടെയായാലും ഞാൻ തേടി പിടിച്ചോളാം എന്ന് പറയണം. അപ്പം അമലു പറയാം, അവനെ ഒന്ന് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തരാൻ പറ്റുമോ? വേലു പറയാം, അവനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തീർത്ത് കളയണം. അവനെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ട് ഞെട്ടിത്തരിച്ച് ഞാൻ വന്നിരുന്നത്. അവനെ തല്ലിച്ചതച്ച് കൊക്കയിൽ എറിഞ്ഞതാണ് കിരൺ സാറ്. ഒരു രാത്രി അവൻ കാട്ടിൽ കിടന്നിട്ടും കുറുനരികൾ അവനെ ഒന്നും തൊട്ടുപോലും നോക്കിയില്ല. എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അമലു അപ്പോൾ കരയുവാണേ. പിന്നെ രതീഷ് പറയാണ്, അപ്പോൾ ഈ കാട് കഴിഞ്ഞാൽ തമിഴ്നാടാണ്, അങ്ങോട്ട് പോയി കാണുമോ? അപ്പോൾ ബൈജു പറയാം, അങ്ങനെയുള്ളവൻ കാർത്തിയേച്ചി ലക്ഷ്മിയമ്മയെ ഉപേക്ഷിച്ച് പോകുമോ? രതീഷ് പറയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകുമെന്നും അറിയാൻ പറ്റില്ല എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ബൈജു പറയാം, പോയിട്ട് അവൻ ആരെയെങ്കിലും സംഘടിപ്പിച്ച് വന്നാലോ? വേഷം മാറുവാൻ പണ്ടേ മിടുക്കനാ, നേരിട്ട് കണ്ടതല്ലേ, ഏത് വേഷത്തിലാണ് വരികയെന്ന് പറയാൻ പോലും പറ്റില്ല. ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നപ്പോഴേ കൊല ചെയ്യപ്പെട്ടാൽ ആരുടെയൊക്കെയോ ഭാഗ്യം. അതിനൊപ്പം നിർഭാഗ്യം ഉണ്ടളിയ, അന്ന് വെടിവെച്ചപ്പോൾ അവൻ്റെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിവാകുമായിരുന്നു എന്ന് പറയാം. രതീഷ് പറയും, ഇങ്ങനെയൊക്കെ ഒരുത്തനെക്കുറിച്ച് കേൾവി പോലും ഇല്ലല്ലോ. അപ്പോൾ ബൈജു പറയും, രതീഷളിയ, ഓരോരുത്തരും ഓരോ കാര്യങ്ങളും എടുക്കലാണ്, അടുത്ത സമയത്ത് നന്നായി എന്ന് പറയുന്നുണ്ടല്ലോ. ഓൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ മനോഹറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എത്ര കല്യാണമാണ് കഴിച്ചത്, നല്ല തലച്ചോറും ലേശ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് ചെന്നാൽ മതിയെന്നാണ് കിരണളിയെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. രതീഷ് പറയും, അതും മതി, ഇവിടുത്തെ രംഗങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ലല്ലോ ബൈജു പറയും, എന്തൊരു പാവങ്ങളല്ലേ ഇവർ. എന്നിട്ട് അവസാനം പ്രതികളുമായി. രതീഷ് പറയാം, വേലു എനിക്ക് കുറേ നാളായിട്ട് അറിയാം, ഒന്നിനും മായം ചേർക്കാത്ത നല്ലവനായ സംസാരത്തിൽ നിഷ്കളനാണ്. അവരെ ചതിച്ചത് അവരുടെ മലദൈവങ്ങളാണെന്ന് പറയേണ്ടി വരും. പിന്നെ കാണിക്കുന്ന അമലും അവിടെ കുത്തിയിരുന്ന് കരയുന്ന കേട്ടോ. ബൈജു കിരണും
കിരൺ ഹോസ്പിറ്റലുണ്ടല്ലോ, അപ്പോൾ ബൈജുവും രതീഷും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. കിരൺ ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുമ്പോൾ രതീഷ് പറയുക ഒന്നും പറയണ്ട സാറേ, ആ വീട്ടിലെ രംഗം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. കിരൺ പറയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്. ബൈജു പറയാം അമലു എന്ന പാവം പെൺകുട്ടി 2 ദുരന്തങ്ങളാണ് സംഭവിച്ചത്. ഒന്ന് ഓളുടെ അച്ഛൻ പോയി, അതിന് മുന്നേ ഗംഗ അവളുടെ മനസ്സും തകർത്തു. കിരൺ പറയും ഇതുപോലെ കാട്ടിലൊക്കെ കഴിയുന്ന നിഷ്കളങ്കരായ പെൺകുട്ടികൾക്ക് ഇതുപോലെ വലിയ വലിയ അബദ്ധങ്ങൾ പറ്റാറുണ്ട് ബൈജു. നാട്ടിലുള്ളവരെയും പഠിപ്പും സൗന്ദര്യമുള്ളവരെയൊക്കെ കാണുമ്പോൾ അവർക്ക് ആരാധന കൂടും. സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ കഴിയുന്ന ബീലുവിനെ പോലുള്ളവർ അത്തരക്കാരേക്കാൾ മാന്യരാണെന്ന് ഉള്ളത്. തുടക്കത്തിൽ അവർക്കത് മനസ്സിലാവില്ല, പക്ഷേ പിന്നെ മനസ്സിലാകുമെങ്കിലും ഇതുപോലുള്ള അനുഭവം ഉണ്ടാവണം. ഇത് വല്ലാത്തൊരു അനുഭവമായി പോയി. സ്നേഹിക്കുക മാത്രമല്ല, കാട് കയറി ചെല്ലുന്നവരെ അവർ വിശ്വസിക്കില്ല. ഏതായാലും അബദ്ധമൊന്നും പറ്റാത്ത നന്നായി എന്ന് കിരൺ പറയുമ്പോൾ ബൈജു പറയുക പറ്റിയില്ലെന്ന് ആർക്കറിയാം. രതീഷും പറയും സാറേ അവനെ കണ്ട് കിട്ടുവാണെങ്കിൽ അവൻ്റെ നെഞ്ചത്ത് ഞാനായിരിക്കും ആദ്യം കത്തി കുത്തി ഇറക്കുന്നത്. അപ്പോൾ ബൈജു പറയും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അളിയ. ഓനെ നമ്മൾ കൂത്തി അങ്ങ് കൊന്നിരിക്കണം. വല്ലാത്ത പേടി, അവനിനി ആരെയായിരിക്കും കൊല്ലുമെന്നുള്ള ഭയം ശരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.